ഒരു നബിയോട്, ഒരു റസൂലോട്, ഒരു ജിന്നിനോട്, ഒരു മലക്കിനോട് ഇല്ല. അള്ളാഹു തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഖൽഖുള്ള, അതിനെ നിർമ്മിക്കുന്നത് അള്ളാഹുവാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇൽമ അള്ളാഹുവിൻ്റേതാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന റെക്കോർഡ് അള്ളാഹുവിൻ്റേതാണ്. സമയമാകുമ്പോൾ ഇടപെടൽ അള്ളാഹുവിൻ്റേതാണ്. കൃത്യസമയത്ത് ഒരു മിനിറ്റ് മുന്തുകയോ പിന്തുകയോ ചെയ്യാതെ അതിനെ നിർമ്മിക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റേതാണ്. ഈ 4 കാര്യങ്ങളാണ് ഒരു കാര്യം ഈ ഭൂലോകത്ത് സംഭവിക്കുന്നതിന് വേണ്ടി അള്ളാഹു തആല ഏർപ്പാടാക്കിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കൊന്നും യാദൃച്ഛികമല്ല എന്ന് നാം പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങ് നടന്നുപോയി എന്നതുകൊണ്ട്, ഇന്ന കാരണമുണ്ടായത് കൊണ്ട് ഇന്നതുണ്ടായി, അതുമല്ല. കാരണമുണ്ടാക്കിയതും അല്ലാഹ്, അക്കാരണത്തിലൂടെ ഇതുണ്ടാക്കിയതും അല്ലാഹ്. കാരണം വേറൊരാൾ ഉണ്ടാക്കി, അക്കാരണത്താൽ അള്ളാഹ്ക്ക് ഇത് ഉണ്ടാക്കേണ്ടി വന്നു എന്ന് വരാൻ പാടില്ല. കാരണം അള്ളാഹു ഉണ്ടാക്കി, അക്കാരണത്താൽ ഈ തങ്ങൾക്കത് ചെയ്യേണ്ടി വന്നു അള്ളാഹിനെ സഹായിക്കാൻ, അള്ളാഹ്ക്ക് ലഹീറാവാൻ. അള്ളാഹ്ക്ക് ലഹീറാവാൻ ഇല്ല. ഈ വിഷയത്തിൽ ഈച്ചയെ നിർമ്മിക്കുന്ന കാര്യത്തിൽ അള്ളാഹ്ക്ക് നിദ്ദില്ല. ലാ തജ്അലു ലില്ലാഹി അന്ദാദ. അള്ളാഹ്ക്ക് പകരക്കാരനില്ല. അള്ളാഹു തആല ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു തആലക്ക് ഈ കാര്യത്തിൽ ശരീക്കില്ല, പാർട്ട്ണറില്ല. ആ ഈച്ചയെ നിർമ്മിക്കുന്ന വിഷയത്തിൽ ഒരു പാർട്ട് അള്ളാഹിൻ്റെ വക, അതിൻ്റെ വേറൊരു പാർട്ട് ഇന്ന തങ്ങളെ വക, അതിൻ്റെ ചിറക് ഇന്ന തങ്ങളെ വക, അതിൻ്റെ കാല് വേറൊരു ശൈഖിൻ്റെ വക ഇല്ല. ലൈസ ലഹു ശരീക്കും ഫിൽ മുൽക്ക്. ലൈസ ലഹു ശരീക്കും ഫിൽ മുൽക്ക്. ഉടമസ്ഥതാധികാരത്തിൽ അല്ലാഹു തആലക്ക് ഒരാളും പങ്കാളികളില്ല, പാർട്ട്ണർമാരില്ല. ഒരു വിഷയത്തിലും പാർട്ട്ണർമാരില്ല. അള്ളാഹുവിൻ്റെ ഇൽമിൽ പാർട്ട്ണറില്ല, അള്ളാഹുവിൻ്റെ കിതാബത്തിൽ പാർട്ട്ണറില്ല, അള്ളാഹുവിൻ്റെ മശീഅത്തിൽ പാർട്ട്ണറില്ല, അള്ളാഹുവിൻ്റെ ഖൽഖിൽ പാർട്ട്ണറില്ല. അതിൻ്റെ അർത്ഥമെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. ഇൽമുള്ള അള്ളാഹുവിൻ്റെ ഇൽമ് എല്ലാം അള്ളാഹു അറിയുന്നു. ഖദീമായ ഇൽമാണ് അള്ളാഹുവിൻ്റെ. അതേപോലെ അസലിയായ അബദിയായ ഇൽമാണ് അള്ളാഹുവിൻ്റെ. ഇന്നലെ ഒന്നറിഞ്ഞ് ഇന്ന് വേറൊന്ന് വരുമ്പോൾ ആ അറിവില്ലാതാകുന്നില്ല, മറന്നുപോക്കില്ല, നിസ്യാൻ അല്ലാക്കില്ല, ഉറങ്ങിപ്പോക്കില്ല, ക്ഷീണിച്ചു പോക്കില്ല. ഒരു കാര്യം ചെയ്യുന്ന ജാഗ്രതയിൽ മറ്റൊരു കാര്യം വിട്ടുപോക്കില്ല. എന്താണ് അല്ലാഹ്? അള്ളാഹുവിനെ അറിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ അറിയണം. മഅരിഫത്തുല്ലാഹ്, മഅരിഫത്തു റബ്ബിഹി വ മഅരിഫത്തു ദീനിഹി വ മഅരിഫത്തു ദീനി നബിയിഹി. അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിൻ്റെ ദീൻ അറിയണം, അള്ളാഹുവിൻ്റെ നബിനെ അറിയണം. അതിലൂടെ മാത്രമേ അള്ളാഹു ഉദ്ദേശിച്ച വഴിയിലേക്ക് നടക്കാൻ അടിമകൾക്ക് കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ലഹീറില്ല, നിദ്ദില്ല, ശരീക്കില്ല. നിദ് പകരക്കാരൻ. അള്ളാഹുവിനെ പോലെ മറ്റൊരാൾ, അള്ളാഹുവിനെ പോലെ മറ്റൊരാൾ. അള്ളാഹുവിനെ പോലെ സമദീയത്തുള്ള മറ്റൊരാൾ. അള്ളാഹുവിനെ പോലെ അഹദിയത്തുള്ള മറ്റൊരാൾ. അത് അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ല. എന്താ കാര്യം? അള്ളാഹു തആല കൽപ്പിച്ചതാണ്, ലാ തജ്അലു ലില്ലാഹി അന്ദാദ. അള്ളാഹ്ക്ക് പകരക്കാരെ ഉണ്ടാക്കരുത്. അള്ളാഹുവിൻ്റെ ജോലികൾ ചെയ്യാൻ ഒരു വലിയ, അള്ളാഹുവിൻ്റെ ജോലികൾ ചെയ്യാൻ ഒരു ഷെയ്ഖ്, അള്ളാഹുവിൻ്റെ ജോലി ചെയ്യാൻ ഒരു ദൈവം, ഒരു ദേവി അല്ലെങ്കിൽ ഒരു ദേവൻ. ദൈവം അള്ളാഹുവാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദേവിയും ദേവനും. റബ്ബ് അള്ളാഹുവാണ്. അള്ളാഹുവിനെ പ്രസാദിപ്പിക്കാൻ ഷെയ്ഖും വലിയും. അള്ളാഹു ദൈവം അള്ളാഹുവാണ്, പ്രസാദിപ്പിക്കാൻ ഉസൈർ.
ദൈവം അള്ളാഹുവാണ്, പ്രസാദിപ്പിക്കാൻ ഈസയും മറിയമും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത് ഏറ്റവും വലിയ ദുൽമാണ്, കൊടും പാതകമാണ്. പാപമല്ല, പാപം അള്ളാഹു തആല പുറത്തു കൊടുക്കും. പാതകം അത് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ലുൽമ്, ലാലിം എന്ന് പറഞ്ഞാൽ ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ എന്നാണ്. അക്രമം എന്ന് പറയുമ്പോൾ അടി ഇടിയൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരിക. ലുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം എന്ന് നമ്മൾ അർത്ഥം വെക്കും. അടി ഇടിയൊക്കെയാണ്. ഇല്ല, അക്രമം എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് വാക്ക് ക്രമം. ക്രമത്തിൻ്റെ എതിരാണ് അക്രമം. സത്യം അസത്യം എന്നതുപോലെ. സത്യം അസത്യം, നീതി അനീതി, ക്രമം അക്രമം. ക്രമം അദിലാണ്, അദിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അക്രമം, ദുൽമ്. അള്ളാഹുവിന് പകരം അള്ളാഹു മാത്രം, അത് അദിലാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദിൽ. അള്ളാഹുവിനോടൊപ്പം മറ്റു പലരും, അത് ദുൽമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ലുഖ്മാനിൽ ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് പറഞ്ഞത്. ശിർക്ക് ദുൽമാണ്, അക്രമമാണ്, അനീതിയാണ്. പാപമാണെന്ന് പറഞ്ഞില്ല, അക്രമമാണ്, അനീതിയാണെന്ന് പറഞ്ഞു അള്ളാഹുവിനോട് കാണിക്കുന്നത്. രണ്ടാമതായിട്ട് ലൈസ ലഹു ശരീക്ക്, ലാ ശരീക ലഹു, പാർട്ട്ണറില്ല ഒരു വിഷയത്തിലും. ഒരു വിഷയത്തിലും ഒരു നബിക്കോ ഒരു റസൂലിനോ ഒരു ശൈഖിനോ ഒരു വലിയിനോ ഒരു ജിന്നിനോ ഒരു മലക്കിനോ ഒരു ദേവിക്കോ ദേവനോ യേശുവിനോ മറിയത്തിനോ ഉസൈറിനോ അതുപോലെയുള്ള ലാത്തക്കോ ഉസ്സക്കോ അതുപോലെയുള്ള ആർക്കും ഒരു തരത്തിലുള്ള മിസ്കാലു ദർറ, ഒരണുമണി തൂക്കം പാർട്ട്ണർഷിപ്പ് ഈ പറയപ്പെട്ടവർക്കൊന്നുമില്ല അള്ളാഹുവിൻ്റെ കാര്യത്തിൽ. ലാ ശരീക ല. മൂന്നാമത്തത് ലാ ലഹീറ ല, എന്തെങ്കിലും ഒരു തരത്തിലുള്ള സഹായം. അള്ളാഹുവിനൊരു കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു തങ്ങളെ സഹായം, തങ്ങളുടെ ഇടപെടൽ കൊണ്ടുള്ള സഹായം, തങ്ങളുടെ അനുകൂലം കൊണ്ടുള്ളൊരു സഹായം, തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടൊരു സഹായം, തങ്ങളുടെ ജാഹ് കൊണ്ടൊരു സഹായം, തങ്ങളുടെ ബർക്കത്ത് കൊണ്ടൊരു സഹായം, ലാ ലഹീറ ല, അങ്ങത്തൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. അതാണ് അള്ളാഹ്. അപ്പോഴേ അള്ളാഹു ആവുള്ളൂ. അതേപോലെ തന്നെ ലാ ഷഫീഅ ല, മൂന്നാമത്തെ കാര്യം. ലാ നിദ്ദ ലഹു വലാ ശരീക ലഹു വലാ ലഹീറ ലഹു. നാലാമത്തത് വലാ ഷഫീഅ ലഹു, അല്ലാഹു തആലക്ക് ശുപാർശകനില്ല. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹിനോട് ചോദിക്കാതെ അള്ളാഹിൻ്റെ മുമ്പിൽ ഇടപെടാൻ ആരെ കൊണ്ടാണ് പറ്റുക? ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറ. മൻ, ആരുണ്ട്? മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു, യശ്ഫഉ ഇൻദഹു, ആരൊരുത്തൻ, ആരുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ധൈര്യമുള്ള അധികാരമുള്ള ആരുണ്ട്? ഇല്ലാ ബിഇദ്നി, അവൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും നാളെ ആഖിറത്തിൽ കിട്ടുന്ന ശഫാഅത്ത് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം മാത്രമാണ്. മുഹമ്മദ് നബിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു പറയണം. എപ്പോഴാണത് പറയുന്നത്? ഖർറ സുജ്ജദൻ ബാക്കിയ, കരഞ്ഞ് സുജൂദിലേക്ക് വീഴുകയാണ് റസൂലുള്ളാഹി. ഒന്നും പറയാനല്ല, അങ്ങ് വീഴുകയാണ്. എത്ര കാലം? അള്ളാഹ്ക്ക് മാത്രമേ അതറിയുള്ളൂ എത്ര കാലമെന്ന്. ആ സുജൂദിൽ കിടന്ന് കരയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുജൂദിൽ കിടന്ന് കരയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖർറ സുജ്ജദൻ ബാക്കിയ, ഒരുപാട് കാലം, ഒരുപാട് കാലം, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാലം. എത്ര വർഷം, എത്ര നൂറ്റാണ്ടുകൾ.